Okay, in the morning class we were studying about demagnetization and how to store a magnet, how to help the magnet to keep its power and the magnetic field. These were the topics that we studied in the morning class. And now finally we are going to study the uses of magnets. What are the uses of magnets? Do you know? Huh? Who knows the at least one point? Can anybody say? Speaker, home theater. Yes, very good. Okay. Then. Hard disk. Person. Okay. Morning ഞാൻ കാണിച്ചതുപോലെ പേഴ്സണും ബാഗിനും ഒക്കെ സിപ്പായിട്ടൊക്കെ. ഇനി നിങ്ങളുടെ വീട്ടിൽ വലിയൊരു സാധനം ഉണ്ട്. എന്താ പറഞ്ഞേ? നമ്മുടെ CD ഡ്രൈവ്. വെരി ഗുഡ്. CD ഡ്രൈവിനൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിന്റെ ഡോറ് യുനോ നമ്മൾ സാധാരണ ഒരു ഡോറ് നമ്മുടെ വീടിന്റെ ഒരു ഡോറൊക്കെ ഇങ്ങനെ ജസ്റ്റ് അടച്ച വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത് അതിന്റെ ഡോർ ഷോർട്ട് ആയി പോയി ചെറുതായിട്ടൊന്ന് ചുരുങ്ങി അപ്പൊ അത് അടച്ചാൽ ശരിക്കും അറിയില്ല തുറന്നിങ്ങ പോരും പിന്നെ കൊളുത്തിടുന്നു മഴക്കാലത്ത് ആകുമ്പോഴത്തേനും അത് ചികിർത്ത് വലുതാകുന്നു അടയ്ക്കാൻ ബുദ്ധിമുട്ട് യെസ് എന്ന് പറഞ്ഞു പക്ഷെ ഫ്രിഡ്ജിന് നമ്മളിങ്ങനെ പകുതി ഇങ്ങനെ അടച്ചടച്ചടച്ച് ലാസ്റ്റ് എത്തുമ്പോഴേ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അടഞ്ഞിരിക്കും നമ്മൾ ലോക്ക് ചെയ്യൊന്നും വേണ്ട അല്ലെ നല്ല കടുംപിടുത്തം പിടിക്കുന്നുമില്ല തിരിച്ചത് തന്നെ തുറന്നു പോകത്തുമില്ല അല്ലെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഫ്രിഡ്ജിന്റെ നമ്മളിപ്പോ മറ്റ് വിൻഡോസ് അതർവൈസ് ഷെൽഫ് നിങ്ങളൊക്കെ ഷെൽഫ് ഉണ്ടെങ്കിൽ കുറച്ച് പഴയതുമായി കഴിഞ്ഞ് ഷെൽഫിന്റെ ഡോർ എപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തുറന്നു പോരുന്നു അതായത് നമ്മൾ ആ സാധനം വെച്ച് തിരിച്ചാൽ ഓക്കെയാണ് ഇല്ലെങ്കിൽ പക്ഷെ ഫ്രിഡ്ജിൽ അങ്ങനെ തിരിക്കാൻ പറ്റൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ അതിന്റെ ഡോർ ഇങ്ങനെ കൊണ്ട് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് തന്നെ അതങ്ങ് പിടിച്ചിരുന്നു അല്ലെ ഓക്കെ അതൊരു മാഗ്നറ്റ് അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഓക്കെ next uses of magnets we shall study we have already seen that a magnet is used in a compass for finding directions so the main use earlier not now earlier the main use of a magnet was to find the direction in a compass so magnet was used in a compass to find the directions but nowadays more than that അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇന്നിപ്പോ നമുക്ക് വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സോ അതിനേക്കാൾ ഉപരി നമുക്ക് മറ്റ് യൂസസ് ആണുള്ളത് so first one is besides this magnets find a large number of applications some of these are as follows as you said refrigerator door sticks റെഫ്രിജറേറ്റേഴ്സ് ഡോർ സ്റ്റിക്ക് ചെയ്യുന്നത് നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് നിങ്ങളൊന്ന് തുറന്ന് അടച്ചാൽ മതി നിങ്ങളൊന്ന് അടക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അണിഞ്ഞെത്താറാകുന്നു അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമ്മൾ പഠിച്ചു ഇൻ മോർണിംഗ് ക്ലാസ്സിൽ മാഗ്നറ്റിക് ആ ഫീൽഡിന്റെ അടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോർ അടയും അല്ലെ പിന്നെ വേറൊരു കാര്യം ഫ്രിഡ്ജ് നമ്മൾ തുറന്നിടുക എന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ നിന്ന് if you are removing or taking some vegetables or fruits or whatever there may be items from the fridge then if you have forgotten to close the door what would happen you know you have opened the fridge and you have taken some things from inside and after taking those things you have forgotten to close the door of the fridge then automatically what will happen you know പ്രൊഡ്യൂസ് ചെയ്യുമ്പോ കറണ്ടിൽ വീണു പിന്നെ തണുപ്പ് കുറെ പോകും യൂഷ്വലി ഈ ഫ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തുറന്നു വെച്ച് ഞാൻ എടുക്കാൻ മറന്നു എന്തുവാണത് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് അവർ എന്തെല്ലാം ഗുലുമോല ഒപ്പിച്ച് നോക്കുന്നത് അതെന്തുവാണ് ഇപ്പൊ ഷെയർ ചെയ്തേ ഉണ്ടോ എന്തൊക്കെയോ പിടിച്ച് ഞെക്കിയതാണ് എന്തൊക്കെയോ വന്നു അപ്പം എന്തൊക്കെയോ പിടിച്ച് ഞെക്കി എന്തൊക്കെയോ വന്നു ഹായ് ഓക്കെ ശരി അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറ് നമ്മള് തുറന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യാൻ മറന്നു പോയി എങ്കിൽ 99% ഫ്രിഡ്ജിന്റെ ഡോറ് ഓട്ടോമാറ്റിക്കലി അത് പതിയെ അങ്ങോട്ട് അടയാൻ തുടങ്ങും ഫ്രിഡ്ജിന് അറിയാൻ നമ്മൾ മറന്നു പോയിട്ടാണ് പതിയെ അത് തന്നെ അങ്ങോട്ട് അടയാൻ തുടങ്ങും എന്ന് കരുതി നമ്മൾ തുറക്കുന്ന പാടെ അടഞ്ഞു പോകുന്നല്ല നമ്മൾ ആ സാധനം എടുത്തു ഫ്രിഡ്ജ് അവിടെ ഫ്രീ ആകുമ്പോൾ പുഷ് ചെയ്യണമെന്നില്ല അതങ്ങനെ തന്നെ സാധാരണ പിന്നെ കുറെ പഴകിയതൊക്കെ ആണെങ്കിൽ ഇല്ല കേട്ടോ എന്റെ ഫ്രിഡ്ജൊക്കെ എനിക്ക് ചില സമയത്ത് ദേഷ്യം വരുമായിരുന്നു ഞാൻ ഓരോ സാധനം എടുത്തിട്ട് അപ്പുറത്തോട്ട് കൊണ്ട് വെച്ചിട്ട് വീണ്ടും എടുക്കാറുണ്ട് അപ്പത്തേനും വരുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് എന്നെ പോലെ പ്രായമായി ഫ്രിഡ്ജിലും
ഇപ്പൊ ഇന്നലെയൊക്കെ ഞാൻ എന്തിനോ തുറന്നിട്ട് സാധനം അങ്ങനെ അടങ്ങി അവിടെ നിപ്പുണ്ട്, അടയുന്നില്ല, ഡോർ അടയാതെ നിപ്പുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ സാധാരണ നമ്മളൊരു ന്യൂ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് അതിനൊരു എല്ലാത്തിനോടുള്ള ഒരു വാലിഡിറ്റി. അപ്പൊ അതുപോലെ കുറെ നാട്ടിന് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെ അടയും. പിന്നെ ഈ പറഞ്ഞ പോലെ പക്ഷെ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ട് ഡോർ ക്ലോസ് ആകത്തില്ലായിരിക്കും, എങ്കിൽ പോലും അതിൽ പോയി ടച്ച് ചെയ്യും. ഇനി ബൈ ചാൻസ് ഇപ്പൊ ഓൾഡ് ഫ്രിഡ്ജൊക്കെ, ഇപ്പൊ എന്റെ ഒക്കെ ഫ്രിഡ്ജ് പഴയതായി, ഇപ്പൊ അതുപോലെയുള്ള ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ ഡോർ അടയാതെ വന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ അതിന്റെ കൂൾനെസ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെക്കുന്ന എന്തിനാണ് ഫ്രിഡ്ജ്? ആ കൂൾനെസ് അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഈ കൂൾനെസ് പോകും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മോർ പവർ വിൽ ബി നീഡഡ്. അതിന് പിന്നെ നമുക്ക് തന്നെ ഒരു സൗണ്ട് വെക്കാം. യെസ്, നമ്മൾ തുറന്നു വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കറ സൗണ്ട് വരും, അല്ലെ? ഓക്കെ, എല്ലാവരുടെയും ഫ്രിഡ്ജിലില്ലേ അതെന്തിനാ സൗണ്ട് വരുന്നത് അങ്ങനെ? അപ്പൊ അടുത്ത തണുപ്പ് കുറച്ച് പുറത്തോട്ട് പോകുമ്പോ അടുത്ത് നമ്മുടെ ഉള്ളിലോട്ട് വിടാൻ വേണ്ടിട്ട്. യെസ്, അത് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആണ്, സാധാരണ എല്ലാ ഫ്രിഡ്ജിനും ഉള്ളതാണ്. സപ്പോസ് പവർ എപ്പോഴും ഇങ്ങനെ ഇതാകണമെന്നില്ല, ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓൺ ചെയ്തത് കുറെ സമയം നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് ബോക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവർക്കറിയാം, സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും, അതിനുശേഷം വീണ്ടും അത് ഓൺ ആകും, അല്ലെ? എന്ന് പറഞ്ഞ പോലെ ഫ്രിഡ്ജിനും ഇടയ്ക്ക് അന്നേരം ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ആ സമയം എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ഈസ് ചാർജിങ് നൗ, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഓക്കെ, സോ ദ ഡോർ ഓഫ് ദ refrigerator sticks a closing mechanism of a refrigerator doors, bulletin boards and ടോയ്സിൽ ഉപയോഗിക്കാറുണ്ട്, ചില ടോയ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ട് അതിങ്ങനെ അതിലൊരു ഇരുമ്പിന്റെ പീസും ഉണ്ടാകും, ഈ മാഗ്നറ്റും ഉണ്ടാകും. സോ അത് അങ്ങനെ. Then bulletin boards. Next, electric motors used in fans and etc. Then bicycle and automobile dynamos for making electricity. In next use ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ്ഡ് ഇൻ ഫാൻസ്. ഫാനൊക്കെ നമ്മുടെ വീട്ടിലെ ഫാനൊക്കെ ഇല്ലേ, അതുപോലെ നിങ്ങൾ പറഞ്ഞ TV, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ, അത് കമ്പ്യൂട്ടർ, ഇതിന്റെ എല്ലാം ഉള്ളിലുണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് എന്റെ ഒക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ TV ഒന്നും ഇല്ല, അന്ന് കറണ്ട് ഇല്ലോ. അപ്പൊ നമ്മള് റേഡിയോ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ആസ് എ മീൻസ് ഓഫ് മീഡിയ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ. Then I think at that time first radio that we brought, it was nearly 500 rupees. First time when we brought the radio, that too when I was in 6th standard something. But 500 rupees at that time means here now it will be nearly 10,000, 15,000 ഒക്കെ ആകുമായിരുന്നു. അന്നത്തെ കോസ്റ്റ് 500 രൂപ എന്ന് പറഞ്ഞാല് ഇന്ന് അതൊരു 10,000, 15,000 വാല്യൂ വന്നു. ഈ റേഡിയോ വാങ്ങിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം റേഡിയോ കംപ്ലൈന്റ് ആയി, കുറെ വർഷങ്ങൾ ഉപയോഗിച്ചു. 6th അല്ല, ഞാൻ അതിലും ചെറുതായിരുന്ന സമയത്താണ്. എനിവേ ഒരു 9th 10th എത്തിയപ്പോ സമയത്ത് ആ റേഡിയോ കംപ്ലൈന്റ് ആയി. പിന്നെ കുറെ റിപ്പയർ ഒക്കെ ചെയ്തു, പിന്നെ പറ്റാണ്ടായി, മീൻസ് ടെൻഷനായി, ഓൾഡായി. അപ്പം ആ സാധനം പിന്നെ കളഞ്ഞിട്ട് മൈ ഫാദർ ബ്രോട്ട് അനദർ വൺ. മാക്സിമം അതിനെ റിപ്പയർ ചെയ്തും അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ കുറെ സമയം രണ്ടും തട്ടൊക്കെ ഇങ്ങനെ തട്ടുമ്പോഴത്തേനും അതിങ്ങനെ പാടുമായിരുന്നു, സൗണ്ട് ഒക്കെ കേൾക്കുമായിരുന്നു. പിന്നെ അപ്പൊ ഒന്നും ഇല്ലാണ്ടായി. At that time we brought a new one. Then this old one was thrown out. അപ്പൊ എന്റെ ബ്രദർ ഒക്കെ യങ്ങർ മൻസ് ആണ്, അവരെന്ത് ചെയ്തു, ഇത് കളിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. കുട്ടികളെല്ലാം കളിക്കാൻ, എന്ത് കിട്ടിയാലും കളിക്കാൻ എടുത്തോണ്ട് പോലോ. Like that way my brothers took it to play. Then ബോയ്സ് അല്ലേ, ഇവിടെയൊക്കെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? എന്ത് സാധനം കിട്ടിയാലും ഫസ്റ്റ് എല്ലാം അടിച്ച് പൊളിച്ചെല്ലാം തുറന്നു നോക്കി എന്തെല്ലാം പാർട്സുകളുണ്ടെന്ന് നോക്കി പിന്നെ അത് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ ബോയ്സിന്റെ ഒരു പ്രത്യേകത അല്ലേ? അല്ലേ ആരോമൽ? എന്തിനാ ഈ വീഡിയോ എല്ലാം ഓഫ് ആക്കിയേക്കുന്നേ? ജസ്റ്റ് ഓൺ യുവർ വീഡിയോ. എത്ര നെറ്റ് കിട്ടുന്നില്ലേ ആരോമൽ? നെറ്റ് പ്രോബ്ലം ഉണ്ടോ? വാസുദേവന് കേൾക്കുന്നുണ്ടോ? വസുദേവന്റെ ഒരു പ്രത്യേകത അല്ലേ, എന്ത് സാധനം പപ്പ മേടിച്ചോണ്ട് വന്നാലും കുറച്ച് നേരം തല്ലിപ്പൊടിച്ച് അതിനുള്ളിലുള്ള പാർട്സ് ഓഫ് ദ ബോഡി എല്ലാം നോക്കാൻ വേണ്ടിട്ട്. പിന്നെ കേടായതാണെങ്കിൽ അയ്യോ വരാത്ത സാധനം ഒന്നും റിപ്പയർ ചെയ്യല, അഴിച്ചു നോക്കൂല.
മുമ്പേ റിപ്പയർ ആ. പ്രാവശ്യം തന്നെ കൊതുകിനെ കൊല്ലുന്ന എന്തോ കേടായി ഞാനത് നശിപ്പിച്ച് നോക്കിയപ്പോ കുറെ ബാക്ടീരിയസും ബന്ധങ്ങളൊക്കെ കണ്ടു. ഓക്കെ എനിവേ പ്രത്യേകിച്ച് സ്പെഷ്യലി ഗേൾസിനും ഉണ്ടായില്ല എന്നല്ല, പക്ഷെ കമ്പയർഡ് ടു ബോയ്സ് ഫോർ ഗേൾസ് ഇറ്റ് ഈസ് വെരി ലെസ്, ബട്ട് ഫോർ ബോയ്സ് ഇറ്റ് ഈസ് എക്സ്ട്രീം. ഐ തിങ്ക് വാട്ട് ഓൾ തിങ്സ്. എന്തോ ഇവനിങ്ങനെ കണ്ണൊക്കെ പിടിക്കുന്നു, എനിക്ക് കാണാൻ പേടിയാവുന്നു ജോയിലെ. എന്നെയാണോ പേടിപ്പിക്കുന്നേ? ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഇതിന് യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നോക്കണം കേട്ടോ. ജോയില് നമ്മളെ കണ്ടുപിടിച്ച് പഠിപ്പിക്കുന്നത് ആരും നോട്ട് ചെയ്തിട്ടുണ്ടാകില്ല. ശരി, അപ്പൊ ബോയ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാല് അതെല്ലാം ഒന്ന് അഴിച്ചു നോക്കി അതിനകത്തൊക്കെ എന്തൊക്കെയുണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത് എന്ന് നോക്കിയിട്ട് അഴിച്ചു നോക്കി വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഞാൻ ഓർക്കുന്നുണ്ട്. മൈ നീസ്, നെഫ്യൂ നോട്ട് നീസ്, my sister-in-law's son, they were living at Coimbatore and now they are in Kerala, but when they were child they were staying at Coimbatore. So his father used to buy toys for him, means like a car, toy cars, then cycles and all, toy cycles, toy cars, lorries like that and all. Start to 400, 500, 300 rupees costly ones. But what this boy used to do is 1 or 2 days he will play. Then after 2 days, when his father goes for job, what he will do? He'll take one screwdriver and then he will unscrew it and he will examine each and every part of that body and he will try to reset it as it was before. But sometimes he will be successful in resetting, but sometimes he will not be successful. He will be failure. Then if he is failure, his toy will not function afterwards. Then we used to tell, why should buy always like this way, always like this way? Then what his father used to say, you know, oh, no problem, let my child learn all these things, how to operate these all things and what all the items are needed. And now he has come back to Kerala. Now he is studying in a government school near his house, near Iriti. He is in 8th standard, not 8th, 9th standard. Now he is very expert in some mechanical work. I think in the childhood what he has done, maybe for us it was very angry because 400 rupees one toy car. When he sees in the shop, I want that, I want. He used to say like that. He was very stubborn and all. He used to cry loudly in front of the shop and he used to buy and give 400 rupees a toy car. But after reaching home 1 or 2 days, he will make into pieces and he will examine all those things. But now anyway, he has become a good mechanic. Last year, when he came to my house, my solar light is there in my house. One solar lamp and a panel. It was not working properly. Then he told Auntie, I will try to repair it. He opened that and all. He took one screwdriver and he opened all that and he told that this battery is weaker. We'll exchange it. Means we'll exchange. We'll buy new one battery. And I was actually I left that thing because it was not at all working for 4-5 months. It was this much big one, my solar. And since it was not working, not at all, it was not at all working. So what I did is I left it on the top of the shelf because it was a disturbance for me. And he told that, Auntie, I will repair it. And he opened that, he found that the battery is weak. And he told his papa to buy a battery for this. And then after bringing that, he reconnected it. It is working well. And when he told, I told that I have already put it in the waste. He told, will you give me? I will try to repair it. Okay, I told him. Actually, I wanted to empty my space. He took it to home, and then he was knowing that only battery was weak, other things, all other parts are okay. He brought the battery, and it is working very well now. He is studying only in 9th standard. എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ അന്നങ്ങനെ ചെറുപ്പത്തില് ഇത്തരം കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ വഴക്ക് പറയും, എന്തിനാ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നല്ല ഒന്നാമതൊരു മെക്കാനിക്കൽ. അവൻ നല്ല എന്താ പറയുന്നത്,
last year when he came here, he brought for me one this one emergency light. എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി ലൈറ്റ് ഇല്ലേ, ആ എമർജൻസി ലൈറ്റ് അവനറിയാം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത്, അതെല്ലാം വാങ്ങിച്ചു വെച്ച് ഫിറ്റാക്കി. എന്നിട്ട് പക്ഷെ അതിനെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ റിക്വയർമെന്റ്സിൽ അവന് അതായത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല ഇലക്ട്രിക്. പക്ഷെ കുറെ നാൾ അതിന്റെ സെല്ല് വർക്കിംഗ് ആയിട്ടില്ല, ഇപ്പൊ കളഞ്ഞു കേട്ടോ, 1 വർഷം വെച്ച് ഞങ്ങൾ അത് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ മെക്കാനിക് നമ്മളിപ്പോ ഇങ്ങനെ ഈ റേഡിയോ എന്താ ജോലൂട്ടാ പറഞ്ഞു മോനെ. മിസ് കനിഹ മോഹനെ അറിയാവോ? മോഹന്റെ വീട് അനിഹേന്റെ അമ്മ എനിക്ക് റിമോട്ട് നന്നാക്കാൻ തന്നു. ഞാനത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഇപ്പൊ റിമോട്ട് വർക്കിംഗ് ആണ്. അയ്യാ, വെരി ഗുഡ്, ഗുഡ് സയന്റിസ്റ്റ്, നല്ലൊരു സയന്റിസ്റ്റ് ആയി അല്ലേ, മെക്കാനിക് അല്ലേ മോനെ? ഇനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു, അതായത് വീട്ടിൽ നിന്നും കളഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് റിപ്പയർ ചെയ്തു, കളയാത്തൊന്നും കൊടുത്തേക്കല്ലേ അമ്മ നിന്നെ ശരിയാക്കി. അതുകൊണ്ട് അങ്ങനെ എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് നമ്മള് പലപ്പോഴും എന്താ വെച്ചാൽ അതിന് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ലീവ് ഇറ്റ്, അത് ഉപേക്ഷിക്കും. പക്ഷെ അറിയാവുന്ന നിങ്ങളെ പോലുള്ള കുട്ടികളെ അറിയാവുന്നവരല്ലേ മുതിർന്നവർക്കൊക്കെ അത് ജസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ സോളാർ, ഞാനത് എങ്ങനെയും ഒഴിവാക്കും. കാരണം ഈ സാധനം എന്നും രാവിലെ അടിക്കുമ്പോൾ വീടടിക്കുമ്പോൾ അങ്ങോട്ട് തൂക്കുന്നു ഇങ്ങോട്ട് തൂക്കും, തുടയ്ക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മരം നേരത്തെ വെക്കുന്നത് മടുത്തു. ഞാൻ അവസാനം എടുത്ത് ബർത്തിന് മുകളിൽ അൽമാരയുടെ മുകളിൽ എടുത്ത് വെച്ചു. അപ്പോൾ ഇവൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ എത്തും എനിക്ക് എന്റെ ഒഴിവാക്കുന്നു. അപ്പൊ അത് അവനെ പറഞ്ഞു, ആന്റി എനിക്ക് ഈ ബാറ്ററി വാങ്ങിച്ചു ഞാൻ ഇവിടുന്ന് റിപ്പയർ ചെയ്ത് ആന്റി തരാന്ന് പറഞ്ഞു. അമ്മ എനിക്ക് സാധനം വേണ്ട, നീ എങ്ങനെയും കൊണ്ടുപോയി ഒഴിവാക്കി തരാം. അവനത് കൊണ്ടുപോയി എന്റെ പപ്പയോട് പറഞ്ഞൊരു ബാറ്ററി വാങ്ങിച്ചിരുന്നല്ല, മിടുക്കനായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം in most of the things we can see, electrical appliances we can see that magnet is attached to the connected it. Then wait a second. Next, in electric motors used in fans, etc., and in bicycle and automobile dynamos for making electricity. Bicycle, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബോയ്സിനൊക്കെ ബൈസിക്കിൾ ഇല്ലേ, സൈക്കിളിൽ കാന്തം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. In speakers, microphones, picture tubes of televisions and computer monitors. ഇതിന്റെ ഉള്ളിലാണ് കമ്പ്യൂട്ടർ ഒക്കെ ഉള്ളത്. തല്ലി പൊടിച്ച് നോക്കൊന്നും വേണ്ട കേട്ടോ, എടുത്ത് ദൂരെ കളയുന്ന സമയത്ത് പൊടിച്ച് നോക്കിയാൽ അതിനകത്ത് മാഗ്നറ്റ് ഉണ്ടോ ഇല്ലയോ. Okay, in audio and video tapes and computer hard disk to store information. So അങ്ങനെ കുറെ ഐറ്റത്തിലും പിന്നുണ്ട്. In credit cards and ATM cards where information is stored in a magnetic strip. നിങ്ങളുടെ വീട്ടിലെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ATM cards ഉണ്ടോ? ഉണ്ട്. കയ്യിലെടുത്തിട്ടുണ്ടോ സാധനം? കളിക്കാൻ തരുവോ സാധനം? പരിസരത്തോട്ട് അടപ്പിക്കല്ലേ? എന്തോ സൗണ്ട് വരുന്നേ? എന്താണോ? ജുവാന എന്ന് കേറിയിട്ടില്ല. അപ്പം ജുവാന സംസാരിക്കുമ്പോൾ ആ സൗണ്ട് വരുന്നത്. പക്ഷെ ഇന്ന് വേറെ ആരുടെയോ എനിക്ക് തോന്നുന്നു വസുദേവിന്റെ ആണോന്ന് അറിയില്ല. എന്തായാലും സാരമില്ല. ഓക്കെ, ഈ ഇതിനകത്തും തന്നെയാണെന്നും അറിയില്ല. ഓക്കെ, നമ്മുടെ ഇവിടെ നോക്കിക്കാൻ നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്ത് നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർഡ് ഡിസ്കിനകത്ത് പേജ് 167. നെക്സ്റ്റ് നമ്മുടെ ATM കാർഡ്സില്, ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ATM കാർഡ്സിലൊക്കെ നമുക്കറിയാം. നിങ്ങൾ ആ സാധനം നിങ്ങളുടെ വീട്ടിലെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ATM കാർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മേടിച്ചു നോക്കുക. കളിക്കാൻ എടുക്കുന്ന സാധനം അല്ലത്, ഒരു പോറിൽ പോലും ഏൽക്കാൻ പാടില്ല. അതിന്റെ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട്. ആ മാഗ്നറ്റിക് സ്ട്രിപ്പില് അത് നമ്മൾ നേരെ അങ്ങനെ ATM കാർഡിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് വരുന്നത്. ചുമ്മാ ഒരു ATM കാർഡ് ഇപ്പൊ ATM കാർഡ് ഉപയോഗിച്ച് പൈസ പിൻവലിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? ആതിര എടുത്തിട്ടുണ്ട് അല്ലെ? മമ്മിയല്ല, ആതിരയുടെ കാര്യം ചോദിച്ചു. ആതിര എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചേ? ഇല്ല. ഹലീം എടുത്തിട്ടുണ്ടോ മോളെ? ATM ഉപയോഗിച്ച് പൈസ എടുക്കാൻ അറിയാമോ? മമ്മിയൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴേലും ഉണ്ടോ മോളെ? ഇല്ല.
ജസ്റ്റസ് ഉണ്ട് അല്ലെ? ഓക്കെ. പഠിപ്പിച്ചിട്ടുണ്ട്. എന്തോ എങ്ങനെ അടിക്കണ്ടെന്നെല്ലാം പറഞ്ഞു തരാറുണ്ട്. ഇപ്പൊ ഉണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പം ജസ്റ്റസ് ചെയ്തിട്ടുണ്ട്. ഹെവൻ, വാട്ട് അബൌട്ട് യു? ഇവിടെയാണ് പ്രശ്നം ജസ്റ്റസ്. ജുവാനല്ല, ഇപ്പോഴാണ് കള്ളനെ പിടിയിട്ടത്. ഓക്കെ, ജീവക്കൂട്ടാ, ജീവനെ കാണുന്നേ ഇല്ല. ജീവ ATM-ലൂടെ പൈസ എടുത്തിട്ടുണ്ടോ മോന്? പപ്പയും മമ്മിയല്ല, മോൻ എടുത്തിട്ടുണ്ടോ? ജീവ, ആർ യു ഹിയർ? ഓക്കെ മോനെ, can you hear? Yes. Have you taken money from ATM cards? Sorry, have you taken money using ATM cards? No. Okay. എടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. മിസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ എടുത്തെന്ന്. നീ എടുത്തെന്നല്ലേ പറഞ്ഞേ? 2-3 കൊല്ലം മുമ്പാ. 3 കൊല്ലം മുന്നേ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാ മതി. പോയിട്ട് നൈറ്റ് ആദ്യം ഡോർ ഒന്ന് കയറണം. ഡോർ തുറന്നു വരികയല്ല, പക്ഷെ നമ്മള് തന്നെ തുറക്കണം. ഓക്കെ, കാർഡ് കയ്യിലുണ്ട്, അത് കൊടുത്തു. കോഡില്ലേ? കാർഡ് കയ്യിലെടുത്താൽ കോഡ് കൊണ്ട് കാര്യമില്ല. അതായത് ഇതിനകത്ത് ഫോണിനകത്ത് വീഡിയോ പോലെ ഉണ്ടല്ലോ. എന്ത്? അല്ല, കാർഡ് കയ്യിലെടുത്തു, പിന്നെ എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമ്മുടെ സ്ക്രീനില് കോഡ് അടിക്കണ്ടേ? കാർഡ് കൈ പിടിച്ചോണ്ടാ കാർഡ് കുത്തണം. അത് വേണം. അതുപോലെ ഞാൻ പറഞ്ഞു, എന്റെ ഫോണിനകത്തൊരു വീഡിയോ ഉണ്ട്. ഒരു ATM കാർഡ് കൊണ്ട് ഒരു മനുഷ്യൻ നിന്നിട്ട് ATM-ന്റെ മെഷീന്റെ മുന്നിൽ നിന്നിട്ട് എന്തോ ഒരു പേര്, അയാളുടെ പേര് പറഞ്ഞിട്ട് പറയും 3500 രൂപ വേണമെന്ന് പറയും. ആദ്യം പറഞ്ഞു ATM ഇറങ്ങുന്നില്ല. സെക്കൻഡ് ടൈം ഓൾസോ he said same thing. ATM is not giving money. കേട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാനല്ലോ വീട്ടില്. ഈ കാർഡ് കൈ പിടിച്ചോണ്ട് അയാൾ പറയുന്നത് ATM പൈസ തരുവോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ജസ്റ്റിസ് ചോദിച്ചത്. ഈ കാർഡ് കൈ പിടിക്കണമെന്നല്ലേ മുത്തേ പറഞ്ഞേ? കാർഡ് കുത്തണമെന്നാണോ പറഞ്ഞേ? ഓക്കെ ഓക്കെ, വി ഹാവ് ടു ഇൻസേർട്ട് ദ കാർഡ്. അതിനൊരു ചെറിയ സ്ഥലമുണ്ട് നമുക്കത് കയറ്റാൻ വേണ്ടി, ചെറിയൊരു ഇതേ ഉള്ളൂ ഗ്യാപ്പ്. അതിലൂടെ നമ്മൾ ആ കാർഡ് കയറ്റുക. കാർഡ് ഇടുമ്പോൾ തന്നെ നമ്മള് ആ മാഗ്നറ്റിക് സ്ട്രിപ്പ് ആണ് നമുക്കുള്ളത്. അതിന്റെ മുകളിലൊരു കാണാം അല്ലെ? ആ സാധനം മേളിൽ വരണം. അതായത് ATM മെഷീനിലുള്ള കമ്പ്യൂട്ടറും ഇതും കൂടെ കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ദെൻ അങ്ങനെ ഇട്ടാൽ മാത്രമേ നമ്മുടെ കാർഡിൽ പിന്നെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ വരികയുള്ളൂ. നമ്മുടെ പേര്, കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇംഗ്ലീഷ്, മലയാളം. അതെ, അത് നമ്മൾ കാർഡ് ഇട്ടത് ശരിയായെങ്കിൽ മാത്രമേ, അതായത് ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് കമ്പ്യൂട്ടറിന്റെ അതിനകത്തുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇടാം. തിരിച്ച കാർഡ് ഇട്ടെങ്കിൽ ആവില്ല. അപ്പൊ നമ്മളോട് പറയും പ്ലീസ് റീഇൻസേർട്ട് എന്ന് പറയും. റിമൂവ് ദ കാർഡ് ആൻഡ് റീഇൻസേർട്ട് എന്ന് പറയും. ദെൻ പിന്നെ നമുക്കവിടെ ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഹിന്ദിയിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇനി 3 ഓഫ് ദിസ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഓപ്ഷൻ എടുക്കാം. പിന്നെ നമുക്ക് ഇഫ് യു ആർ ടേക്കിംഗ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ ബാക്കി ഡയറക്ഷൻ തരും. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. പിന്നെ നമുക്കൊരു പിൻ നമ്പർ ഉണ്ടാകും. ഒരു കാർഡിന് സീക്രട്ട് നമ്പറാണ്. ഓരോ കാർഡിനും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്പറാണ്, 4 അക്ക നമ്പർ. ആ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നമ്പർ എൻ്റർ ചെയ്യും. പിന്നെ നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാനാണോ, അതെയോ വിത്ഡ്രോ ആണോ, അതെയോ പിൻ ജനറേഷൻ ആണോ, പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനാണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ചോദിക്കും. അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇഫ് വി വാണ്ട് ടു വിത്ഡ്രോ ദ മണി ദേ വിൽ ആസ്ക്. വിത്ഡ്രോവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഏത് അക്കൗണ്ട് ആണോ, SB അക്കൗണ്ട് ആണോ, അതെയോ കറണ്ട് അക്കൗണ്ട് ആണോ, അങ്ങനെ ചോദിക്കും. ഓപ്ഷൻ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എമൗണ്ട് ചോദിക്കും. How much money we have to withdraw? We have to just type. If you want to withdraw 2000 rupees, type 2000. Then they will ask 2000. നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെയാണോ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടി യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെ അടിപിടി കൂടുന്ന സൗണ്ട് കേൾക്കാം. പൈസ ഇങ്ങോട്ട് കൊടുത്തു അല്ലേ? പിന്നെ പറയും പ്ലീസ് കളക്ട് യുവർ. ഞാൻ പണ്ട് വിചാരിച്ചാൽ അറിയോ, നമ്മള് പെട്ടെന്ന് പൈസ അത്യാവശ്യം വന്നാൽ ATM പോയിട്ട് പെട്ടെന്ന് എത്ര വേണമെങ്കിൽ പൈസ എടുക്കാം, നമ്മുടെ അക്കൗണ്ടിന് പോകത്തില്ലെന്നാ വിചാരിച്ചത്. അതിനകത്തിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോരാ അല്ലെ? അതിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള ചേട്ടനെ പോലെ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുത്തു തരുന്ന പോലെ അല്ലെ? ഓക്കെ, ചില ATM-ല് മാറ്റാണ്. ഓരോ പിന്നെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാകും. പക്ഷെ മൊത്തത്തിൽ വരുമ്പോ ഇതാണ് പ്രൊസീജിയർ. നമ്മള് ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു,
ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേന് അവർ നമ്മുടെ ഈ കാർഡിലുള്ള ഡീറ്റെയിൽ അതും നമ്മൾ അതുമായിട്ട് കമ്പ്യൂട്ടറായിട്ടൊന്ന് ഒത്തു നോക്കും. അതിനുശേഷം നമ്മളോട് ഇനി എന്താണ് നെക്സ്റ്റ് ലാംഗ്വേജ് ചോദിക്കും. പിന്നെ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് വിഡ്രോവലിനാണോ അതെയോ പിന്നെ നമ്മൾ പിൻ മാറുന്നതിന് പിൻ നമ്പർ മാറ്റാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്നും പിന്നെ നമുക്ക് ചോദിക്കുന്ന വിഡ്രോവൽ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്നും പിന്നെ അടിച്ചു കൊടുക്കണ്ട, നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ എന്താ പറയുക എത്ര തുക പിൻവലിക്കണം ചോദിക്കും. ആ തുക നമ്മൾ പിൻവലിക്കുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇത്തിരി കഴിയുമ്പോൾ ചെറിയ പ്രൊസീജിയർ ടൈം എടുക്കും കമ്പ്യൂട്ടറിനല്ലേ. അപ്പൊ അത് ബാങ്കുമായിട്ട് ലിങ്ക് ആകണം. അതിനുള്ള ഒരു 1 or 2 minutes, 1 minute ഒന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ വരും. പക്ഷെ അതിനുള്ളിൽ നിന്ന് പൈസ വരുന്ന സൗണ്ട് കേൾക്കാം നമുക്ക്. അപ്പം ഇങ്ങനെ എഴുതി കാണിക്കും, പ്ലീസ് യുവർ ട്രാൻസാക്ഷൻ ഇസ് പ്രൊസീജിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ചിലപ്പോൾ അത് ചില കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് സൗണ്ട് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ പൈസ വരും. പൈസ എടുത്ത് നമ്മുടെ കാർഡ് നമുക്ക് എടുക്കണം. കാർഡ് എടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്ത് കയറുന്ന ആൾ കാർഡ് ഏർപ്പെടുത്തുള്ളൂ. പക്ഷെ അവർക്ക് നമ്മുടെ പിൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ. സോ in a credit cards, ATM cards, where information is stored in a magnetic strip for picking up iron pieces from waste. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷമാണ് ഈ വർഷം തോന്നുന്നു, നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് കുറേ വേസ്റ്റ് നെയിൽസ് ഉണ്ടായിരുന്നു. അയൺ നെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോർ ഒക്കെ വാർത്തു, പിന്നെ കുറെ പണികളൊക്കെ നടന്നു. ആ സമയത്തൊക്കെ ഒരുപാട് ഈ ആണികളൊക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്നു. ഒത്തിരി നിലത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും പിള്ളേരുണ്ടായിരുന്നു, പുറത്തുനിന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയൊരു മാഗ്നറ്റ് ഉണ്ട് ഇവിടെ. ഏതോ വണ്ടിയുടെ പാർട്സിൽ നിന്ന്, കാറിന്റെ ലോറിയുടെ ഏതാണ്ട് പാർട്സിൽ ഒരു വലിയ മാഗ്നറ്റ്, ഒരു നീള കമ്പൊക്കെ ആയിട്ട്. അപ്പം ഇതിലിങ്ങനെ നമ്മുടെ അനൂമിസൊക്കെ കൂടെ അതിങ്ങനെ തോന്നുന്നു. കാരണം ഇപ്പോൾ ഓൾറെഡി റസ്റ്റഡ് and this during rainy season already it is rusted, so we cannot identify fastly. So ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അടുത്തുള്ള അയൺ പീസ് എല്ലാം ഓടി വന്നിരുന്ന നമ്മുടെ ഈ മാഗ്നറ്റ് ഒക്കെ വന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പറയുന്നത് ഫോർ പിക്കിംഗ് അപ്പ് അയൺ പീസസ് ഫ്രം വേസ്റ്റിലൊക്കെ കിടക്കുന്ന അയൺ പീസസ് ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ മാഗ്നറ്റ് ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ, കാരണം അത്രയും അയൺ പീസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നഗരസഭയിൽ അവരൊക്കെ ഒത്തിരി വേസ്റ്റ് കൊണ്ടിടാറുണ്ട് അല്ലെ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും കാണും. അപ്പം ഇങ്ങനെയുള്ള അയൺ പീസുകളൊക്കെ ഇവർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ പെർക്കികൾ വരാറില്ല നമ്മുടെ വീടുകളിൽ കൂടെ, ഇത്ര അയൺ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ചോദിച്ചു, ഇവരുടെ കയ്യിലും ചിലപ്പോൾ മാഗ്നറ്റ് ഉണ്ടാകും. ഇവര് നടക്കുന്ന വഴി ഇതുപോലെ ഒരുപാട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ഈ മാഗ്നറ്റ് ഉപയോഗിച്ച് കൈയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടില്ലേ. ചിലപ്പോൾ ഗ്ലാസ് പീസസും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. Sometimes it may harm their hands. So they may be having magnet with them. Then they will just do like this way, and the iron pieces which are inside the other waste may be attracted with the magnet and they can get it. മനസ്സിലായോ? ഓക്കെ. അപ്പം കുറെ യൂസസ് ഉണ്ട്. ഇൻ റെഫ്രിജറേറ്റർ ഡോർ സ്റ്റിക്കേഴ്സ്, then bulletin boards, toys, then fans, bicycles, automobiles, dynamos, then speakers, microphones, computers, radios, television, computer monitor, audio and audio and CD tapes, hard disk, then in ATM cards, and for picking up iron pieces. 1 second. നമ്മുടെ ടൈം തീരുകയാണ്. ഞാൻ നിങ്ങളൊരു see these are ATM cards. See this is the magnetic strip here in this ATM card. Wait. Okay. In this is see in ATM card in your house papa and mummy are maybe having അല്ലേ. അപ്പൊ ATM കാർഡിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കുക. This is a magnetic strip.